ഇതിൽ നിങ്ങൾ ഓരോ ഭാഗമെടുത്ത് വ്യാഖ്യാനിക്കുന്നുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ തൂത്തുക്കുടിയിലെ പ്രശ്നം എക്കണോമിക് ടൈംസാണ് ആദ്യം കഴിഞ്ഞ 7-ാം തീയതി പുറത്തു കൊണ്ടുപോകുന്നത്. ഇതിൽ കാണേണ്ട പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ VS ഗവൺമെൻറ് സമയത്ത് വിഴിഞ്ഞം പോർട്ടിൻ്റെ കരാറ് അന്ന് ചൈനീസ് കമ്പനിക്കാണ്. അന്ന് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് AK ആന്റണി ഇവിടെ UPA ഉള്ള സന്ദർഭത്തിൽ അതിന് അനുമതി കിട്ടിയിരുന്നില്ല. പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ പുതിയ ടെൻഡറിലേക്ക് പോയി. അതിനും അദാനിയുമായി നടത്തിയ ചർച്ചയിൽ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അന്ന് ദൃക്സാക്ഷിയായ പ്രൊഫസർ KV തോമസ് പറയുന്ന പോലെ അവർ തമ്മിൽ ചർച്ച നടത്തി ആ നിബന്ധനകളോടെ പുതിയ കരാറിലേക്ക് എത്തി. അതിനുശേഷം പിണറായി മുഖ്യമന്ത്രിയായി 2016 വന്നു. ആ ഘട്ടത്തിൽ ഈ കരാറ് നേരത്തെ ഞങ്ങൾ അതിൻ്റെ വ്യവസ്ഥകളോട് വിയോജിപ്പ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടം വരെ എത്തിയതുകൊണ്ട് പദ്ധതി നിർത്തിവെക്കാതെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. ഉയർന്നു വന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കാൻ ആ ഗവൺമെൻറ് ശ്രമിച്ചു. ആ ഗവൺമെൻറ് അതിനുശേഷം വന്ന 21-26 ഗവൺമെൻറ്റും ആ പദ്ധതിക്ക് പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടി നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ് വന്ന് അധികം നാൾ കഴിയുമ്പോൾ 1 മാസം തികയുമ്പോഴേക്കും ഇവരുടെ അദാനി കമ്പനി അവനകത്ത് PPP വിഴിഞ്ഞം പോർട്ടുമായി ഉള്ള PPPയിൽ ഏർപ്പെട്ടിട്ടുള്ള അദാനി കമ്പനിയുടെ ഓഹരി കൈമാറ്റം 49% ഓഹരി കൈമാറ്റത്തിനുള്ള എഗ്രിമെന്റ് ഒപ്പിട്ടതായി സെബിയിൽ അവർ നൽകിയ രേഖ വ്യക്തമാക്കി. അപ്പോൾ കരാർ വ്യവസ്ഥയിൽ പ്രയർ അപ്രൂവൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം പറയുമ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ഓഹരി വിൽക്കുന്നതിന് കരാർ പ്രകാരം തടസ്സങ്ങളില്ല. ഓഹരി വിൽക്കുമ്പോൾ 2 കാര്യങ്ങൾ ഉറപ്പുവരുത്താനാണ് പ്രയർ അപ്രൂവൽ. 1 ദേശീയ സുരക്ഷ, 2 പബ്ലിക് ഇൻട്രസ്റ്റ്. ദേശീയ സുരക്ഷ സ്വാഭാവികമായിട്ടും കേന്ദ്രമായിരിക്കും പരിശോധിക്കേണ്ടത്. പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പോർട്ട് മത്സരക്ഷമമായിരിക്കണം, ഒരു കമ്പനിയുടെ കുത്തക സ്വഭാവം ഉണ്ടാകാം, ഏതെല്ലാം മാനങ്ങളുണ്ട് അതെല്ലാം പബ്ലിക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റിന്റെ സംരക്ഷിക്കുന്നു ഈ കരാർ മാറ്റമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം അപ്രൂവൽ കൊടുക്കാൻ. അതുകൊണ്ട് പ്രയർ അപ്രൂവൽ. ഇവിടെ പക്ഷേ പ്രയറായിട്ടുള്ള മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ല. അതൊരു ലംഘനമാണ്. ഈ പ്രയർ അപ്രൂവൽ കൊടുക്കുമ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ട് സബ്ജക്ട് ടു ദ കണ്ടീഷൻ കൊടുക്കാൻ ഗവൺമെന്റിന് നമ്മുടെ നാടിന്റെ താല്പര്യം സംരക്ഷിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇക്കണോമിക് ടൈംസ് തന്നെ ഈ കരാറിനകത്ത് മറ്റൊരു വ്യവസ്ഥയുണ്ട്. അദാനി പോർട്ടിന് 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റ് പോർട്ടുകളിൽ നിക്ഷേപം നടത്താൻ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് നിക്ഷേപം നടത്താനോ അതിൻ്റെ പ്രധാന ഇൻട്രസ്റ്റ് ഉള്ള ആളായി മാറാനോ പാടില്ല. അതുപോലെ തന്നെ 250 കിലോമീറ്ററിൽ പോർട്ടിനകത്തുള്ള മറ്റ് അതിൻ്റെ കമ്പനികൾ അവർ വിഴിഞ്ഞം പോർട്ടിലും അദാനി പോർട്ടിലും ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് കരാറിനകത്ത് അവർ തന്നെ ഉണ്ടാക്കിയ കരാറാണ് 9ാം വ്യവസ്ഥ പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ പുറത്തു വന്ന വിവരമനുസരിച്ച് ഇവരുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉപവിഭാഗമായിട്ടുള്ള TLCക്ക് അവരാണ് അവിടെ ഒരു കണ്ടെയ്നർ ടെർമിനൽ നടത്തുന്നത് തൂത്തുക്കുടിയിൽ. അപ്പോൾ ആ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഉയർത്തിയത് ഇടതുപക്ഷമല്ല, മാധ്യമങ്ങളിൽ തന്നെ വന്നതാണ്. അപ്പോൾ ഇത്തരം വശങ്ങളെല്ലാം ഉയർന്നു വരുമ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തി ഈ പ്രയർ അപ്രൂവൽ ഇല്ലാത്ത പ്രശ്നം ഉന്നയിച്ചു. മുഖ്യമന്ത്രി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അപ്പം ചെയ്യേണ്ടത് ഇത് അറിഞ്ഞിട്ടില്ല, ഇത് പ്രയർ അപ്രൂവൽ ഇല്ലാത്തത് കരാർ ലംഘനമാണ്, ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യാൻ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകലാണല്ലോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. പക്ഷെ അതിന് വല്ലാതൊരു തിടുക്കം കാണിക്കുമ്പോഴാണ് ആളുകൾക്ക് സംശയം. ആ വിവാദമാക്കരുത് എന്നാണ് EP ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും നമ്മൾ കാണേണ്ടത്. മുഖ്യമന്ത്രിയാവുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും മുഖ്യമന്ത്രിയാണല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സഭയിലെ നിയമസഭ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് 2-2ആണ്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പല അഭിപ്രായങ്ങളും എല്ലാം പറയേണ്ടി വരും. പക്ഷെ ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വിശാല താല്പര്യം വെച്ച് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ കാര്യങ്ങൾ ഇടപെടുക, ഈ പ്രശ്നമാണ് എല്ലാവരും ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾ ചില വശങ്ങളെടുത്ത് പറയുമ്പോൾ മറ്റേതിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേ അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഉയർന്നു വന്ന പ്രശ്നം എങ്ങനെ ചർച്ച ചെയ്യണം? അതിലാണ് സ്റ്റേറ്റ്മാൻഷിപ്പ് കാണിക്കേണ്ടത്. ഈ പോർട്ട് വിഴിഞ്ഞം കേരളത്തിൻ്റെ ഏറ്റവും പൊട്ടൻഷ്യൽ ഒന്നാണ്, അതിലാർക്കും തർക്കമില്ല. ഏറ്റവും അന്തർദേശീയ കപ്പൽ പാതയുമായി ചേർന്ന് കിടക്കുന്ന സ്വാഭാവിക ആഴമുള്ള തുറമുഖമാണ്. അവിടേക്കുള്ള ലോജിസ്റ്റിക്കിനകത്ത് ഒരു കപ്പൽ വരുമ്പോൾ തന്നെ ചെലവ് വല്ലാതെ കുറയും. അപ്പോൾ അസംസ്കൃത വസ്തുക്കൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും അതിൻ്റെ വിലയ്ക്കകത്ത് വലിയ കുറവുണ്ടാക്കാൻ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തും. അതിന് എല്ലാവരും ഒന്നിച്ചു എടുക്കുക സമീപനമാണ് കഴിഞ്ഞ തവണ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പോടുകൂടി കൈകാര്യം ചെയ്യാതെ വിവാദങ്ങൾ വാശിയോടുകൂടി താർക്കികനായി നിൽക്കുകയല്ല മുഖ്യമന്ത്രി വേണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർന്നു പ്രവർത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്.
അത് കഴിയുമ്പോൾ ജനറൽ സെക്രട്ടറി ബ്രീഫിംഗ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ലഭിക്കും.